അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആനിൻ്റെ ഓരോ ജുസ്ഉകൾ 30 ജുസ്ഉകളും ഇൻഷാ അല്ലാഹ് നമ്മളതിൻ്റെ ഒരു ജനറലായിട്ടുള്ള ഒരു ആശയം ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണല്ലോ. അപ്പോൾ റമദാൻ ഖുർആൻ്റെ മാസമാണ്. അപ്പോൾ ഖുർആൻ അതിലെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഖുർആൻ ഓതുമ്പോൾ അതിലൊരു പ്രത്യേകം ഒരു ആസ്വാദനം നമുക്ക് കിട്ടും. അള്ളാഹു അത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനു മുമ്പായി എനിക്ക് പറയാനുള്ളത്, മിസ്റ്റർ ട്യൂട്ടർ ഓൺലൈൻ ട്യൂഷൻ ഈ ഒരു സംരംഭം അഥവാ ഖുർആനിൻ്റെ 30 ജുസ്ഉകളും ജനങ്ങളിലേക്ക് പ്രത്യേകമായി പറയുകയാണെങ്കിൽ നാടന്മാരായ ആളുകളിലേക്ക് ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യം കൂടിയാണ്. എന്നാലും വളരെ പ്രധാനപ്പെട്ട, വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാനതിന് ഈ മിസ്റ്റർ ട്യൂട്ടർ ഓൺലൈൻ ട്യൂഷൻ ഇവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അവർ 1 മുതൽ 10 ക്ലാസ് വരേക്കുള്ള എല്ലാ കുട്ടികൾക്കും ഓൺലൈനായിട്ട് അവർ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സിന് വെച്ചിട്ട് തന്നെ മദ്രസ, സ്കൂള്, അതേപോലെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടൊക്കെ, അതുപോലെ തജ്വീദ്, ഖുർആൻ ഹിഫ്ള്, അതേപോലെ ഇസ്ലാമിക് നോളജ് എന്നുള്ള രീതിയിൽ, അതായത് സ്ത്രീകൾക്കും ആർക്കും പങ്കെടുക്കാം, പ്രായപരിധിയൊന്നും ഇല്ലാതെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഖുർആനിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ, അതേപോലെ ഇസ്ലാമിക് ആയിട്ടുള്ള നോളജുകൾ, പ്രധാനപ്പെട്ട ദുആകൾ, ദിക്റുകൾ, അദ്കാറുകൾ, ഈ ഹദ്ദാദ്, റാത്തീബ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറൊരു കാര്യം, നമ്മൾ ഖുർആനിൻ്റെ ഓരോ ജുസ്ഇലൂടെ ഏതൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്കും അറിയില്ല. കാരണം ഒരു ജുസ്ഇൻ്റെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഒരു ജുസ് പറഞ്ഞു തരിക എന്നുള്ളത് തീർച്ചയായും ഇമ്പോസിബിളാണ്. കാരണം ഖുർആൻ എന്നുള്ളത് എല്ലാ ഉലൂമുകളുടെ, എല്ലാ അറിവുകളുടെ ഒരു സോഴ്സാണ് ഖുർആൻ. അപ്പം അതിലൂടെ അതിൻ്റെ ഒരു ജുസ് അരമണിക്കൂറിൽ പറയുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാലും നമ്മൾ സമയത്തിൻ്റെ പരിധി വെച്ച് തന്നെ നമ്മൾ എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു പോകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെ അഫ്ദലായ അഅ്മാലുകളിൽപ്പെട്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി ഫാത്തിഹ സൂറ. അപ്പോൾ നമ്മൾ ഖുർആനിൻ്റെ ഓരോ സൂറ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ മുകളിൽ സൂറ മക്കിയ, സൂറ മദനിയ എന്ന് കാണാം, ഇവിടെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണത് എന്ന് ഒരു ചെറിയൊരു പരിചയപ്പെടാം നമുക്ക്. സൂറ മക്കിയ എന്ന് വെച്ചാൽ ഒരു 2-3 അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ സൂറ മക്കിയ എന്ന് വെച്ചാൽ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകളാണ് മക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ മദനിയ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ ആയത്തുകളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൂറ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. സൂറ ഷിഫ, ഉമ്മുൽ ഖുർആൻ എന്നൊക്കെ ഇങ്ങനെ ഉമ്മുൽ ഖുർആൻ, അതേപോലെ ഇങ്ങനെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. ഏതായാലും ഖുർആനിൻ്റെ ഒരു ആമുഖമാണ് സൂറ ഫാത്തിഹ. അതായത് ഖുർആൻ 114 സൂറത്തിൽ 113 സൂറത്തുകളും ഉൾക്കൊള്ളുന്നൊരു സൂറത്താണ് സൂറ ഫാത്തിഹ. അതിനായിരിക്കാം നമ്മൾ ഖുർആൻ ഫാത്തിഹയിലൊക്കെ നമ്മൾ എല്ലാ ഖുർആൻ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതുന്നത്. അപ്പോൾ എങ്ങനെയാണ്
പരിപൂർണമായ ഖുർആൻ ഫാത്തിഹയിലൂടെ ഉൾക്കൊള്ളുന്നത് എന്ന് ഒരു ചെറിയ ഒരു ഉദാഹരണത്താൽ ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യം സംശയമുണ്ടാവും, എങ്ങനെയാണ് ഈ സൂറ ഫാത്തിഹയിൽ യൂസുഫ് നബിയുടെ ചരിത്രം, യാക്കൂബ് നബിയുടെ ചരിത്രം, ഫിർഔനിൻ്റെ ചരിത്രം ഇതൊക്കെ ഉൾക്കൊള്ളിക്കുന്നത് എന്ന്. അപ്പോൾ അത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അവിടെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ ഏതൊരു വഴിയിലേക്കാണോ നീ ഗൈഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച, നീ സന്മാർഗത്തിലേക്ക് ആക്കിയ ആൾക്കാരുടെ കൂട്ടത്തിൽ, അതായത് യൂസുഫ് നബി അതിൽപ്പെടും, മുഹമ്മദ് നബി അതിൽപ്പെടും, യാക്കൂബ് നബി അതിൽപ്പെടും, ഇസ്മായിൽ നബി അതിൽപ്പെടും, ഇബ്രാഹിം നബി അതിൽപ്പെടും അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തണം. അപ്പോൾ അവരുടെ ചരിത്രങ്ങളൊക്കെ അതിൽ ഒതുങ്ങി. അതേപോലെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അതായത് പിഴച്ച ആൾക്കാർ. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ ഈ ഫിർഔൻ അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്ന വഴി പിഴച്ച ആൾക്കാർ, അല്ലെങ്കിൽ ഹിദായത്ത് ലഭിക്കാത്ത ആൾക്കാർ, അവരിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ നീ വഴി നടത്തരുത് എന്ന് നമ്മൾ ദുആ ചെയ്യും. അപ്പോൾ ഫാത്തിഹയിൽ ആദ്യം പറയുന്നത് അള്ളാഹുവിനെ പറ്റി നമ്മൾ സ്തുതി പറയും. അള്ളാഹുവിനെ പറ്റിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതി പറഞ്ഞ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മൾ പറയും. അള്ളാഹുവെ നിന്നെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് അള്ളാഹുവെ നമ്മൾ സഹായം ചോദിക്കുന്നത്. എന്താണ് സഹായം എന്നൊരു അടുത്തതായിട്ട് ഒരു സൂചന നൽകുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നല്ല നമ്മുടെ സന്മാർഗത്തിലേക്ക് നീ എന്താക്കണം, നയിക്കണം. എന്നിട്ടാണ് പറയുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അതായത് സന്മാർഗികളായ സ്വഹാബാക്കൾ അതേപോലെ ഈ അമ്പിയാക്കളൊക്കെ നടന്നു പോയ വഴിയിലൂടെ നമ്മളാക്കണം. അതല്ലാതെ ഫിർഔൻ അതുപോലെ ഈ കുഫാരങ്ങൾ നടന്ന വഴിയിലൂടെ നമ്മൾ നീ ആക്കരുത് എന്ന് ദുആ ചെയ്യാം. അതാണ് ഫാത്തിഹയിലൂടെ ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ. ഇൻഷാ അല്ലാഹ്. അടുത്തതായി സൂറ ബഖറ. ഇതിൽ സൂറ ബഖറ എന്നല്ല, ഒരുപാട് സൂറത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അലിഫ് ലാം മീം ത്വാഹ യാസീൻ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇതെന്താണെന്ന് ചോദിച്ചാൽ അറബികളായ ആൾക്കാർ അവർ അറബി സാഹിത്യത്തിൽ വലിയ നേട്ടം നേടിയ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ തന്നെ ഒരു അഭിമാനത്തോടെ കാണുമായിരുന്നു. ആ ഒരു സമയത്തിൽ അവർക്ക് തന്നെ മനസ്സിലാകാത്ത ഒരു അറബിയിലെ കുറച്ച് വാക്കുകൾ അള്ളാഹു അവരിലേക്ക് കൊണ്ടുവരികയും അവരത്ഭുതപ്പെടുകയും അവർക്കത് മനസ്സിലാകാതെ പോവുകയും വന്നു. അപ്പം അത് അവരെ നിങ്ങളൊന്നുമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇതുപോലുള്ള അലിഫ് ലാം മീം ത്വാഹ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം മുഫസ്സിരീങ്ങളായ ആൾക്കാർ ഒരുപാട് ആൾക്കാർ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പറഞ്ഞ ആൾക്കാരുമുണ്ട്. ഏതായാലും അതിൻ്റെ അർത്ഥം അള്ളാഹുവാണ് അതിനെ ഏറ്റവും അറിയുന്നവൻ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അവിടെ പറയുന്നത് 3 വിഭാഗം ആൾക്കാരെ പറ്റിയിട്ട് അള്ളാഹു ആദ്യം പറയുകയാണ്. അതായത് മനുഷ്യന്മാർ 3 വിഭാഗമാണ്. ഒന്ന് മുഅ്മിനീങ്ങളായ ആൾക്കാരാണ്, രണ്ടാമത് മുശ്രിക്കീങ്ങളായ ആൾക്കാർ, അതല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായ കുഫാരിങ്ങൾ, മൂന്നാമതായ ആൾക്കാർ എന്ന് പറയുന്നത് മുനാഫിക്കീങ്ങളായ ആൾക്കാർ, അതല്ലെങ്കിൽ ഹിപ്പോക്രിറ്റ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മുസ്ലിമീങ്ങളായ ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ അവർ മുഅ്മിനീങ്ങളായ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ നിസ്കരിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, അവർ ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് അവർക്ക് കണ്ണിൽ കാണാത്ത കാര്യങ്ങളെ അവർ വിശ്വസിക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ സദഖ കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ യുളാഅഫു ലഹു അളഅഫൻ കസീറ, അള്ളാഹു ഇരട്ടി കൊടുക്കും. നമ്മൾ സദഖ കൊടുക്കുന്നുണ്ട്, നമുക്കത് കാണുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇരട്ടിയാവുന്ന നമുക്ക് കാണുന്നില്ല, പക്ഷെ അത് ഇരട്ടിയാവുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അത് നമുക്ക് കാണാത്ത കാര്യങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ആഖിറ, അന്ത്യനാൾ, സ്വർഗം നരകം ഇങ്ങനെയൊക്കെ നമ്മളൊന്നും കാണുന്നില്ല,
പക്ഷെ നമ്മളതിൽ വിശ്വസിക്കുന്നു. ഗൈബിയായ നമ്മൾക്ക് കാണാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ഗൈബിയായ കാര്യം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതിന് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളുടെ ഒന്ന് സ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, അവർ ഖുർആൻ അതുപോലെ മുമ്പ് കഴിഞ്ഞ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇങ്ങനെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം കുഫാരിങ്ങളെ പറ്റിയിട്ട് അവിടെ പറയുന്നു. അപ്പോൾ 2ഓളം ആയത്തുകൾ കുഫാരിങ്ങളെ പറ്റി പറയുന്നു. മുഅ്മിനീങ്ങളെ പറ്റിയിട്ട് 3ഓളം ആയത്തുകൾ പറയുന്നു. അതിനുശേഷം മുനാഫിക്കീങ്ങളെ പറ്റിയിട്ട്, അതായത് അവർ മുസ്ലിമീങ്ങളാണ് എന്ന് നടിക്കും. അവർ ജനങ്ങൾക്കിടയിൽ അവർ മുസ്ലിമീങ്ങളാണെന്ന് പറയും, പക്ഷെ അവരുടെ മനസ്സിൽ കുഫ്ർ അല്ലെങ്കിൽ ഇസ്ലാം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. മുനാഫിക്കീങ്ങളായ ആൾക്കാർ അവരെ പറ്റിയിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 13ഓളം ആയത്തുകൾ പറയുന്നുണ്ട്. അവരെങ്ങനെയൊക്കെയാണ്, അവർ കളവ് പറയുന്നവരാണ്, അവർ വഞ്ചിക്കുന്നവരാണ്, അവർ അങ്ങനെ ഒരുപാട്. ഈ അവരുടെ മനസ്സിൽ, അവരുടെ ഖൽബിൽ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു രോഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വഞ്ചന, ചതി, അസൂയ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് 13ഓളം ആയത്തുകൾ അവരെ പറ്റിയിട്ട് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഈ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം, പരാമർശിച്ചതിന് ശേഷം, ആദ്യ മനുഷ്യൻ അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ആ ചരിത്രം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്ന് മലക്കുകളോട് പറയുന്നു. മലക്കുകൾ പറയുന്നു, എന്തിനാണ് അള്ളാഹുവെ നീ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്? അവർ രക്തം ചീന്തുന്നവരാണ്, അവർ വഞ്ചിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു പറയും, ഇന്നി അലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് പറഞ്ഞ് അള്ളാഹു ആദം നബിയെ സൃഷ്ടിക്കുന്നു. ആദം നബിക്ക് ഒരു തുണയായി ഹവ്വാ ബീബിയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലൂടെ അവർ വസിക്കുമ്പോൾ അള്ളാഹു പറയും, ഈ ഒരു മരമുണ്ട്, ഒരു ഷജറുണ്ട്, ഇവിടെ ഒരു മരമുണ്ട്, അത് നിങ്ങൾ ഒരു പഴമുണ്ട്, അത് നിങ്ങൾ കഴിക്കരുത് എന്ന് പറയും. അവർ ഇബ്ലീസിൻ്റെ ശൈത്താനിൻ്റെ വഞ്ചന കൊണ്ട് അവരത് കഴിക്കുന്നു. അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അള്ളാഹു പറയും, നിങ്ങൾക്ക് ഒരു ഹുദ വരും, ഒരു സന്മാർഗം, നിങ്ങൾ ഭൂമിയിലേക്ക് പോവുകയാണല്ലോ, നിങ്ങളിലേക്കൊരു സന്മാർഗം വരും. ആ സന്മാർഗം എന്തെന്ന് വെച്ചാൽ ഒരുപാട് ഈ ഖുർആൻ, തൗറാത്ത്, സബൂർ ഇങ്ങനെ കിതാബുകൾ എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വരും. അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് വരാം. നിങ്ങളെന്ന് വെച്ചാൽ ഈ ആദം നബിയും ഹവ്വാ നബിയും അവരുടെ മക്കളായി വരുന്ന നമ്മളും, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും എന്നുള്ള സൂചന അവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചരിത്രം, അങ്ങനെ ആ ഒരു സംഭവം, അതായത് ആദം നബി അള്ളാഹു സൃഷ്ടിക്കുന്നു. ഇബ്ലീസിന് അള്ളാഹു ആദം നബി ഇബ്ലീസിനോടും എല്ലാ മാലാഖമാരോടും മനുഷ്യ സമൂഹത്തെ ബഹുമാനിച്ചിട്ട് അള്ളാഹു അവർക്ക് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും സുജൂദ് ചെയ്തപ്പോൾ ഇബ്ലീസ് പറയുന്നു, ഞാൻ സുജൂദ് ചെയ്യുന്നില്ല. അങ്ങനെ ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു ആട്ടി ഓടിക്കുന്നു. അങ്ങനെ ഇബ്ലീസ് ഒരു മൽഊനായി, ശപിക്കപ്പെട്ടവനായി മാറുന്നു. എന്നൊക്കെ നമുക്ക് അറിയുന്നൊരു സംഭവമാണ്. അതിനുശേഷം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനി പറയുന്നത് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ പറ്റിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ ഒരു ബനു ഇസ്രായേൽ എന്നുള്ള സമൂഹത്തെ പറ്റി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾക്കൊക്കെ ഈ ഖുർആൻ എന്നല്ല, നമ്മളിപ്പോൾ ചരിത്രം പഠിക്കുന്നത് എന്തിനാണ്? നമ്മളൊരു പലപ്പോഴും ചോദിക്കുന്നൊരു സംശയമാണ്, എന്തിനാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്? ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ ആവർത്തിക്കരുത്. അവർ ചെയ്ത നന്മകൾ നമ്മൾ കൊണ്ടു നടക്കണം. അവർ വഴിവെളിച്ചമായതിനെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. നന്മയുടെ ആൾക്കാർ ആണെങ്കിൽ നമ്മളത് സ്വീകരിക്കുകയും തിന്മയുടെ ആൾക്കാരാണെങ്കിൽ നമ്മളത് വിടുകയും വേണം എന്നുള്ള ഒരു വലിയ പാഠം നമ്മൾ ചരിത്രത്തിൽ പഠിക്കണം. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേൽ എന്ന സമൂഹത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു അവരിലേക്ക് നിയോഗിച്ചു. മൂസാ നബി, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ. അതേപോലെ അവർക്ക് ഒരുപാട് സമ്പത്തുകളും കഴിവുകളും അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു കൊടുത്തു. പിന്നെ അവർ ഫിർഔൻ എന്നുള്ള ഒരു വലിയ ഒരു ശക്തിയിൽ നിന്ന് അല്ലാഹു അവരെ
പിന്നെ അവരെ അള്ളാഹു രക്ഷിച്ചു. എങ്ങനെ നിങ്ങൾക്കറിയാം ആ ചരിത്രം. അതായത് ഫിർഔൻ ഈ പിന്നെന്താണ് സിഹർ ചെയ്യാൻ പറഞ്ഞു, മൂസാ നബി വടി കൊണ്ട് മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ സംഭവം അറിയാം. അതിനുശേഷം ബനു ഇസ്രായേൽ എന്നുള്ള സമൂഹത്തെ മൂസാ നബി ഒരു പിന്നെ ഇങ്ങനെ അവരെ രക്ഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ മുമ്പിലൊരു കടൽ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി ആ വടി കൊണ്ടടിച്ചു. കടലൊരു വലിയ വഴിയായി മാറി, അങ്ങനെ ഒരു പാലമായി മാറിയപ്പോൾ അതിലൂടെ അവർ കടന്നുപോയി. മൂസാ നബിയും ബനു ഇസ്രായേൽപ്പെട്ട സമൂഹം അവർ കടന്നുപോയി. അങ്ങനെ ഫിർഔൻ അതിലൂടെ കടന്നു വന്നപ്പോൾ ആ ഒരു വഴി വീണ്ടും കടലായി മാറുകയും പിന്നെ ഫിർഔൻ അതിലൂടെ മുങ്ങുകയും മരിക്കുകയും ചെയ്തു. അങ്ങനെ ഫിർഔനിൽ നിന്ന് ആ സമൂഹത്തെ അള്ളാഹു രക്ഷിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിനുശേഷം അവർ വീണ്ടും അഹങ്കാരം കാണിക്കാൻ തുടങ്ങി. എന്തെന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുവിനെ നേരിട്ട് നമുക്ക് കാണണം. അവർ മൂസാ നബിയോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണണം. അങ്ങനെ അള്ളാഹു വീണ്ടും അവരെ ശിക്ഷിക്കുകയും ഒരുപാട് പിന്നെ ശിക്ഷകളൊക്കെ കൊടുക്കുകയും പിന്നീട് വീണ്ടും അവരെ നന്മയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അപാരമായ കരുണ, മേഴ്സി ഇവിടെ ഈ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിലൂടെ പാഠം ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. പിന്നെ ഒരു സംശയം നമുക്ക് വന്നിട്ടുണ്ടാകും, എന്തിനാണ് ഈ സൂറ ബഖറ എന്ന് പറയുന്നത്? അപ്പോൾ പിന്നെ ബഖറ എന്ന് പറയുമ്പോൾ ആലിമീങ്ങളായ ആൾക്കാരൊക്കെ ഇതിലുണ്ടാവും. നമുക്കറിയാം ബഖറ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പശു അല്ലെങ്കിൽ കൗ എന്നാണ്. എന്തിനാണ് ഈ ഒരു സൂറയ്ക്ക് ഇങ്ങനെ പേര് വെക്കേണ്ടത് എന്ന് ഒരു ചോദ്യം ചോദിക്കാം, സ്വാഭാവികം. അപ്പോൾ ഈ ഒരു സംഭവം ബനു ഇസ്രായേൽ ഈ ഒരു സമൂഹത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊല്ലുന്നു. കാരണം ആ കൊല്ലപ്പെട്ട ആൾ വലിയ സമ്പന്നനായിരുന്നു. അപ്പോൾ അയാളുടെ അനന്തരാവകാശം ഇയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ പറയപ്പെട്ട ആളെ കൊല്ലുകയാണ്. എന്നിട്ട് അയാൾ ചെയ്യുന്നത്, കൊന്നിട്ട് വേറൊരു വീടിൻ്റെ അല്ലെങ്കിൽ വേറൊരു സമൂഹത്തിൻ്റെ പെട്ട ഒരാളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് പോയി ഇയാളുടെ ബോഡി വെക്കുകയും പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊന്ന ആൾ തന്നെ വിളിച്ചു പറയുകയാണ്, നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അയാളാണ് കൊന്നതെന്നൊക്കെ ആരോപണം ചെയ്യുകയും വലിയൊരു യുദ്ധം നടക്കാൻ സാധ്യതയുള്ള സമയത്ത് പിന്നെ മൂസാ നബി മുഖേന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു അവരെ രക്ഷിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ മൂസാ നബി പറയുന്നു, നിങ്ങളൊരു പശുവിനെ അറുക്കണം, എന്നിട്ട് ഒരു ബക്കറെ നിങ്ങൾ അറുക്കണം, എന്നിട്ട് എന്നിട്ട് നിങ്ങളത് പിന്നെ അതിൻ്റെ വാല്, അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഏതായാലും അവർ കൊല്ലപ്പെട്ട ആളുടെ അടുത്തേക്ക് അത് ഇങ്ങനെ ടച്ച് ചെയ്യണം, നിങ്ങൾ സ്പർശിക്കണം. അയാൾ വീണ്ടും വീണ്ടും അയാൾ എഴുന്നേൽക്കും, എന്നിട്ട് സത്യമായി അയാളെ തന്നെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുപാട് നീണ്ടും ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ അവർ വീണ്ടും അയാൾക്ക് വരികയും അയാളെ സത്യം വിളിച്ച് പറയുകയും ചെയ്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഖുർആൻ എന്നുള്ളത് കാലാകാലത്തേക്കുള്ളൊരു സംഭവമാണ്. അതായത് നമുക്ക് ചോദിക്കാം, ഇതൊരു ഹിസ്റ്ററിയല്ല, ഇതിലൂടെ നമുക്ക് എന്താണ് പാഠം ഉൾക്കൊള്ളേണ്ടത് എന്ന്. അപ്പോൾ ആ ബനു ഇസ്രായേൽപ്പെട്ട സമൂഹം തന്നെ അതിൽ തന്നെ നമുക്ക് അന്ത്യനാളുണ്ട്, അല്ലെങ്കിൽ പുനർജീവനമുണ്ട്, മഹ്ശറയുണ്ട് എന്നൊക്കെ ഉണ്ടോ, അങ്ങനത്തെ സംഭവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു മറുപടി കൂടിയാണ്. അള്ളാഹു വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അയാളെ അള്ളാഹു വീണ്ടും സൃഷ്ടിക്കുമെന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈ ഖുർആൻ നമുക്ക് തെളിവാണ്. അതായത് നമ്മൾ മരണപ്പെട്ടാൽ അള്ളാഹു നമ്മളെ വീണ്ടും സൃഷ്ടിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ് ഇത്. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഈ സൂറ ബഖറ എന്ന് പേര് വെച്ചതാണ്. ഓക്കെ. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരുപാട് സംഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ സമയം പരിധി വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. ഏതായാലും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുത്തഅല്ലിമീങ്ങളായ ആൾക്കാർ, നമ്മൾ ഈ ഖുർആൻ അർത്ഥം കുറച്ച് അറിയുന്നൊക്കെ ആൾക്കാരുണ്ടൊക്കെയുണ്ട്. അവർ ഖുർആൻ എടുത്തിട്ട്
ഇങ്ങനെ ആയത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ വലിയൊരു ആസ്വാദനം കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തതായിട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് അവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, ഇബ്രാഹിം നബി ഹാജറ ബീവിയെയും അതുപോലെ മകനായ ഇസ്മായിൽ നബിയെ ഒരു സ്ഥലത്ത് പിന്നെ ഇങ്ങനെ മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത വെള്ളമില്ല ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് പിന്നെ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഒഴിവാക്കുകയും ഇബ്രാഹിം നബി പോവുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രയാസം അനുഭവിച്ച് ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ അവസാനം വെള്ളമില്ലാതെ പിന്നെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സഈ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് അറിയാം, അങ്ങനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊരു സംഭവം അള്ളാഹു ഉണ്ടാക്കുമ്പോഴും അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് ഇതിലുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തിനാണ് പിന്നെ ഈ ഇബ്രാഹിം നബി ഈ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബിയും ഇവിടെ ഒഴിവാക്കി പോയി? അത് മുഖേനയാണ് ഈ നമുക്കറിയാം സംസം വെള്ളം ഇന്നും നിലനിൽക്കുന്ന സംസം വെള്ളം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ ഇസ്മായിൽ നബിയിലൂടെയാണ് നമ്മൾ ഈ അറബി സമൂഹം ഇങ്ങനെ കടന്നു വന്ന് ഇസ്മായിൽ നബിയിലൂടെയാണ് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം പിന്നെ ഇങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞ് പിന്നെ യാക്കൂബ് നബീൻ്റെ ഒരു സംഭവം കൂടി പറയുന്നു. അതായത് ഈ കുട്ടികളെ പരിപാലനം ചെയ്യണം എന്നുള്ള ഒരു ആയത്തും കൂടി ഒരു സൂചന അതിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതായത് തിൽക ഉമ്മത്തുൻ ഖദ് ഖൽ. അപ്പോൾ ഈ യാക്കൂബ് നബി ഇവിടെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ശേഷം അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. തൻ്റെ മക്കളോട് യാക്കൂബ് നബി ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്താണ് ആരാധിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ. അവർ മക്കൾ മറുപടി പറയും, പറയുന്നത് നമ്മൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എന്ന് അവർ മറുപടി പറയുന്നു. അപ്പോൾ ഈ ഒരു മരണസമയത്ത് പോലും ഈ യാക്കൂബ് നബിയുടെ മക്കളുടെ ദീനി വശം അല്ലെങ്കിൽ അവരുടെ ഒരു മതം അല്ലെങ്കിൽ ദീനി എങ്ങനെയുണ്ട് എന്ന് യാക്കൂബ് നബി ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളും ആ ഒരു പാത നമ്മൾ പിൻപറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫാത്തിഹിൽ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച നീ സന്മാർഗം ചെയ്ത ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം, നമ്മൾ ആ വഴിയിൽ നീ ചേർക്കണേ എന്ന് നമ്മൾ ഓരോ സമയം ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ നമ്മൾ ദുആ ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസുകളാണ് സൂറ ഫാത്തിഹ. അത് ഖുർആനിൽ മാത്രമല്ല ലോകത്തിൽ എന്തും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് സൂറ ഫാത്തിഹ. അപ്പോൾ അതിൽ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രോഗം വന്നാലും നമ്മൾ ഫാത്തിഹ ഓതി നമ്മളൊന്ന് മന്ദിച്ച് നമ്മൾ ഒരാൾക്ക് ഊതുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഷിഫ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ഇപ്പം തന്നെ സമയം ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. ഏതായാലും നമ്മളൊന്ന് റാപ്പപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടി ഇതുവരെ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഞാനൊന്ന് എന്താണ് നമ്മൾ പഠിച്ചത് എന്ന് ഒന്ന് നമ്മൾ ഓർത്തെടുക്കാം. അതിനുശേഷം പിന്നെ ഈ ജുസ് കഴിയുമ്പോൾ അവിടെ ഏറ്റവും അവസാനത്തെ ആയത്ത് വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബതു വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ഏറ്റവും അവസാനത്തെ ആയത്താണ്, ഒന്നാം ജുസുയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്. അതവിടെ പറയുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് സമൂഹങ്ങളെ പറ്റി പറഞ്ഞു, ഒരുപാട് വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അതായത് യാക്കൂബ് നബിയുടെ അവരുടെ ചരിത്രം നമ്മൾ ചർച്ച ചെയ്തു, ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ ചർച്ച ചെയ്തു, ഇസ്മായിൽ നബിയുടെ, ഹാജറ ബിയുടെ, പിന്നെ ഫിർഔനിൻ്റെ, പിന്നെ ബനു ഇസ്രായേൽ എന്നുള്ള സമൂഹത്തെ പറ്റിയിട്ട്, ഇബ്ലീസിനെ പറ്റിയിട്ട്, ആദം നബിയെ പറ്റിയിട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങളെ പറ്റിയിട്ട്, പിന്നെ മുനാഫിക്കീങ്ങളെ പറ്റിയിട്ട്, മുശ്രിക്കീങ്ങളെ പറ്റിയിട്ട്, പിന്നെ ബനു ഇസ്രായേൽപ്പെട്ട ഒരു സമൂഹത്തെ പറ്റിയിട്ട്, അതിൽ ഒരു പ്രത്യേകം സംഭവത്തെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ യൂസുഫ് നബിയുടെ ഒരു സൂചന നമ്മൾ തന്നു സൂറ ഫാത്തിഹയിലൂടെ. നമ്മൾ അങ്ങനെ ഒരുപാട് സംഭവം നമ്മൾ ഈ ഒരു ജ്യൂസിലൂടെ നമ്മൾ കടന്നു പോയില്ലേ. അതിൽ ഒരു ചുരുക്കി
ഒരു ആയത്തിൽ അവരൊരു സൂചന നമുക്ക് കാണാൻ പറ്റും. തിൽക്ക ഉമ്മത്തുൻ, ഈ ആ പറഞ്ഞ സമൂഹങ്ങളൊക്കെ അതൊരു സമൂഹമാണ്. അത് ഹലത്ത്, അവർ കഴിഞ്ഞുപോയി. ലഹാമാ കസബത്ത് വലക്കും മാ കസബത്ത്, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് അവർക്കുള്ളതാണ്. എന്ന് വെച്ചാൽ അവർ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്. വലക്കും മാ കസബത്തും, നിങ്ങൾ ചെയ്യുന്ന നന്മ അത് നിങ്ങൾക്കുള്ളതാണ്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച, അവർ തിന്മ ചെയ്ത അതൊന്നും നിങ്ങളോട് ചോദിക്കൂല, നിങ്ങളോട് അവരോടും ചോദിക്കൂല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങളുടെ പിതാക്കന്മാർ വലിയൊരു മഹാന്മാരാണ്, നിങ്ങൾ ഒരു വിഡ്ഢിയാണ് അല്ലെങ്കിൽ ഒരു തെമ്മാടിയാണെങ്കിൽ അവരുടെ കാരണം കൊണ്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു വലിയൊരു ആലിമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ദീനിയായ ഒരു എന്താ പറയുക പ്രസ്റ്റീജ് നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിക്കുണ്ട്, നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ നാശത്തിലാണ്, നിങ്ങൾ പരാജയത്തിലാണ്. ഒന്നുകൂടി ഞാൻ ചുരുക്കി പറയാം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആലിമിൻ്റെ ഒരു പോസ്റ്റ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ബിരുദമുള്ള ആൾ, പക്ഷെ അയാൾ തെമ്മാടിയാണ് എങ്കിൽ അയാളുടെ കൽബ്, അയാളുടെ ഉള്ള് അല്ലെങ്കിൽ അയാളുടെ ഹൃദയം തീരെ പ്യൂറല്ല, അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ പിന്നെ ഈ നിഫാക്ക് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വഞ്ചന, അസൂയ അതൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പരാജയമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ്. അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു നന്മയുടെ ആൾക്കാരിൽ അള്ളാഹു പെടുത്തട്ടെ. അള്ളാഹു റമദാൻ നമ്മളിലേക്ക് വരികയാണ്. അള്ളാഹു മബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഅനാ റമദാനിൽ ഖുർആൻ നമുക്ക് നല്ലോണം ഓതാൻ. ഈ സംഭവങ്ങളൊക്കെ ഈ 1-ാം ജുസ് ഓതുമ്പോൾ നമ്മൾ ഇത് പഠിക്കലിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ, 1-ാമത്തെ ജുസ് നമ്മൾ ഓതുമ്പോൾ ഈ ഒരു ജുസ്ഇലാണ് അള്ളാഹു പിന്നെ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത്. ഈ ഒരു ജുസ്ഇലൂടെയാണ് ബനു ഇസ്രായേൽപ്പെട്ട സംഭവങ്ങളൊക്കെ പറയുന്നത്. ഈ ജുസ്ഇലൂടെയാണ് ഇബ്ലീസും ആദം നബിയുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നത്, യാക്കൂബ് നബിയുടെ ചരിത്രമൊക്കെ പറയുന്നത്. ഇതിലൂടെയാണ്, ഈ ജുസിലൂടെ ഇതൊക്കെ നമ്മൾ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളൊരു ജനറൽ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ അവർ ആസ്വാദം നമുക്ക് കിട്ടും. ഈ ഒരു ജുസ് ഞാൻ ഇത്ര മനസ്സിലാക്കി, ഇതിലൂടെ അള്ളാഹു ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് എന്തൊക്കെയാണ് ഇങ്ങനെ പറയാമെന്ന് തോന്നുന്നത്, അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ചേരും, ഇത് പറഞ്ഞാൽ നന്നാവും, എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് തോന്നുന്ന ഒരു സംഭവം എന്താ പറയുക, ഖുർആനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാനിത് പറയുകയാണ്. നിങ്ങളിത് ഉൾക്കൊള്ളണം. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, വിദ്യാർത്ഥികളൊരു ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. വളരെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ട്യൂട്ടർ അവർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു സ്റ്റുഡൻറ്റിന് നിങ്ങൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവർ പിന്നെ ഈ മിസ്റ്റർ ട്യൂട്ടർ ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ബാക്കുള്ള പഠിക്കാത്ത കുട്ടിയാണെങ്കിലും വളരെ നല്ല രീതിയിൽ അവർ ക്ലാസ് എടുത്ത് കൊടുക്കും. നല്ല ഇസ്ലാമിക് അന്തരീക്ഷത്തിൽ തന്നെ, ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെണ്ണുങ്ങളായ ആൾക്കാർക്ക് പെണ്ണുങ്ങൾ തന്നെ ടീച്ചേഴ്സ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്താണ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നത്. ഏതായാലും നിങ്ങളിത് പിന്നെ ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. വാഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.